വർഷങ്ങൾക്ക് മുന്നേ, കൃത്യമായി പറഞ്ഞാൽ 80കളുടെ കാലം, ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവര് ഒന്നിച്ച് എല്ലാ വർഷവും പൂരം കാണാൻ പോയിരുന്നു. ഇനി വർഷങ്ങൾക്കിപ്പുറം അവരെല്ലാം പഠിച്ച് വിദേശത്തേക്ക് പോയി. പക്ഷേ എല്ലാ വർഷവും അവര് പൂരം കാണാനായിട്ട് ഇങ്ങെത്തും. പക്ഷെ അതിലുപരി അവരുടെ പഴയകാല ഓർമ്മകളാണ് അവർ പങ്കുവെക്കുന്നത്. അപ്പോ ഇങ്ങനെയും ചില വിശേഷങ്ങൾ പൂരത്തിനിടയ്ക്ക് നടക്കുന്നുണ്ട്. നമുക്കതൊന്ന് കണ്ടാലോ? ഞങ്ങളെല്ലാവരും കണ്ടുമുട്ടിയത് സൗദി അറേബ്യയിൽ റിയാദിൽ വെച്ചിട്ടാണ്. പ്രവാസി എന്നിട്ടൊരു സംഘടന ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഞങ്ങളെല്ലാം കണ്ടുമുട്ടുന്നത്. പിന്നെ പ്രകാശനമായിട്ടുള്ള പരിചയം ഞങ്ങളിവിടെ മടങ്ങി വന്നിട്ട് ഇവിടെ തൃശ്ശൂരിൽ ഞങ്ങളുണ്ടാക്കിയ തൃശ്ശൂർ NRIS എന്നൊരു ക്ലബ്ബുണ്ട്. ആ ക്ലബ്ബിൽ വെച്ചിട്ടാണ് പ്രകാശനവും ആയിട്ട് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. ചേട്ടൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല തൃശ്ശൂർ പൂരം ഏത് വർഷമായിരുന്നു? എന്തുകൊണ്ടാണ്? എനിക്കൊരു സുഹൃത്ത് ഉണ്ടായിരുന്നു, ആനമേനോൻ എന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്ത്. ആ മനുഷ്യനുമായിട്ട് ഞാനിവിടെ നടന്ന തൃശ്ശൂർ പൂരത്തിൻ്റെ ഓർമ്മകളാണ് മനസ്സിൽ വരണത്. ഈ ഞാനും പ്രകാശം കൂടിയിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സ്കൂൾ മുതലുള്ളൊരു പരിചയമാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെന്നും എത്ര 10-40 വർഷമായി ആ ബന്ധം നിലനിന്ന് പോണു. സാധാരണ എന്ന് പറഞ്ഞാൽ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയൊക്കെ ചെറുപ്പകാലത്തുള്ള പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബക്കാരങ്ങോട്ട് ഒരിക്കലും ഫ്രണ്ട്സായിരുന്നു. ഞങ്ങളുടെ ഒത്തുകൂടലിനായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ അനുഭവം. ഞങ്ങൾ ഓരോ ഒത്തുകൂടലും ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്, ആസ്വദിക്കാറുണ്ട്, എന്നും ഞങ്ങളുടെ ഓർമ്മയിലുണ്ടാവാറുണ്ട്. ആദ്യകാലത്തൊക്കെ നമ്മൾ ഈ പൂരത്തിനൊക്കെ വരുമ്പോഴേ പൈസയൊക്കെ ഷെയർ ചെയ്ത് വരണം. അപ്പം ഇതിൻ്റെ ഇടയിലും അന്ന് പുസ്തകം വെച്ച് കണക്കെഴുതണ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞു പോകുമ്പോൾ ഓരോരുത്തർ തരേണ്ട ഷെയർ എഴുതലൊക്കെ. ഇന്നിപ്പോൾ അത് ഒരുപാട് വലുതായപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒക്കെ അതാണ്. അന്ന് അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് തല്ലുകൂടലും ഒക്കെ ഉണ്ട്. അതൊക്കെ പൂരത്തിന്റെ അന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മ, 80കൾ മുതലൊക്കെ. അത് ഞങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ട്, എൽവിസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എൽവിസാണ് ആദ്യം മുൻകൂട്ടിയൊക്കെ ചെലവാക്കുക. അപ്പൊ പിന്നെ അവൻ തന്നെ എഴുതിയൊക്കെയാണല്ലോ. അപ്പൊ റിലേറ്റീവ്സിന്റെ ഒരു ഗാങ് അവിടെ, ഫ്രണ്ട്സിന്റെ ഒരു ഗാങ് അവിടെ. അപ്പോൾ സെയിം ഫീലിംഗ് ആണ്. ആ ഓൾഡ് മെമ്മറീസ്, ഫ്രണ്ട്സിന്റെ അവിടെ പോയാൽ ഇവരുടെ ഓരോ പണ്ടത്തെ ഗുസ്തികളൊക്കെ കേട്ട് അത് രസം. റിലേറ്റീവ്സിന്റെ അവിടെ പോയാൽ അവരായിട്ടുള്ള വർത്തമാനവും കാര്യങ്ങളും കുട്ടികളുടെ സംസാരവും അങ്ങനെ. സോ ഫോർ മീ പൂരം എന്ന് പറഞ്ഞാൽ പൂര കാഴ്ചകളുണ്ട്, അതിനപ്പുറം ആ കൂട്ടായ്മയും സന്തോഷവും കഥകളുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. പല പെരുമകളാലും പേര് കേട്ട വിശ്വപ്രസിദ്ധമായ പൂരം ഒത്തുചേരലിനെയും കൂടി പൂരമാണെന്ന ഓർമ്മപ്പെടുത്തലാണിത്. ക്യാമറമാൻ ആന്റണി ഗ്രഗറിക്കൊപ്പം സ്നേഹമോൻ ലൈനാൻ, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.